ഹായ് ഗായ്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു വ്ളോഗായാലോ? ഓക്കെ, ഞാൻ ആദ്യം ജോലി കിട്ടുന്നത് വരെ വിചാരിച്ചിരുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ശനി ഞായറും ഞാൻ ട്രിപ്പിലായിരിക്കുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സാറ്റർഡേയ്സും ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്, ബട്ട് സാറ്റർഡേ നമുക്ക് ഫോർമൽസ് വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. അപ്പോൾ ഞാൻ സാറ്റർഡേ ജോലിക്ക് പോവാണ്. പിന്നെ എൻ്റെ വ്ളോഗ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നടക്കുന്നില്ല. സോ ദിസ് ഈസ് മൈ റൂം. ഇവിടെ മൊത്തത്തിൽ കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നതാണ്, അപ്പോൾ ആരും അത് മൈൻഡ് ആക്കരുത്. ഇപ്പോൾ തന്നെ ഐ എം റണ്ണിങ് ലേറ്റ്, അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് നേരെ പോവാം. പിന്നെ ഞാൻ മുമ്പൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ശരിക്കും മറന്നു പോയതല്ല, ട്രെയിനായിട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ കുറേ പഠിക്കാനും കുറേ പണികളും ഉള്ളതുകൊണ്ട് വൈകിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിരുന്നത്. പിന്നെ നമ്മൾ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയം. ആ സമയം ഞാനും ഏകദേശം ഒരു 4 മാസത്തോളം എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് എല്ലാവരും വന്ന് ചോദിക്കും. നമ്മളൊരു കല്യാണത്തിന് പോയാലോ ഒരു വീട് കൂടിയിരിക്കലിന് പോയാലോ ഇത് മാത്രം എല്ലാവർക്കും ചോദിക്കാനുണ്ടാവുള്ളൂ. എല്ലാവരും വന്ന് ചോദിക്കുക, അല്ല ജോലിയൊന്നും ആയില്ലേ, ഇത്രയും പഠിച്ചിട്ട് എന്തായി, ജോലി കിട്ടിയില്ലേ, എക്സെട്ര എക്സെട്ര. അപ്പം അതിലാരും വിഷമിക്കേണ്ട ഒരു കാര്യമല്ല, കാരണം അതൊരു നാട്ടു നടപ്പാണ്. അപ്പം അത് വിചാരിച്ചിട്ട് പുറത്തിറങ്ങാതിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ആര് ചോദിച്ചാലും ഞാനൊരു പ്രിപ്പയർഡ് ആൻസർ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് കോൾസ് വെയിറ്റിംഗ് ആണ്, ക്യാറ്റിന് പ്രിപ്പയറിങ് ആണ്, ഗേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാം. അവർക്ക് എന്തായാലും ഇതെന്താണെന്ന് മനസ്സിലാകാൻ പോകുന്നില്ല. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ടെക്നിക്ക്. അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ അടച്ചിരുന്നിരുന്ന് കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് മോർ. അവർ പിന്നെയും ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ തളരരുത് രാമൻകുട്ടി. ഒരു സമയമാകുമ്പോൾ എല്ലാം മംഗളകരമായി നടക്കും. അല്ലാതെ ഇപ്പോൾ അവരെടുത്ത് വെച്ചിട്ടൊന്നുമില്ലല്ലോ നമുക്ക് തരാനായിട്ടൊരു ജോലി. സോ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് മച്ച്. ഞാനതൊന്നും മൈൻഡ് ആക്കാറില്ലായിരുന്നു. ഓക്കെ, ഈ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നമ്മൾ ഒരു ഫ്രഷ് ലുക്ക് നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ഭയങ്കരമായിട്ട് റെഡ് കളറൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും. ഞാൻ ഈ അടുത്താണ് ആ ഒരു സംഭവം ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ബ്ലഷ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഗേൾസ് ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ബ്ലഷിൻ്റെ ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ വളരെയധികം ലേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫേസ് പഞ്ചിന് നമുക്ക് സമയം 9 മണിയാണ്. എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവും. ആൻഡ് പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ജോബ് ഓഫ് ക്യാമ്പസ് ആയിട്ടൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺ ക്യാമ്പസ് ആയിട്ട് നോക്കുന്നതായിക്കോട്ടെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിജക്ഷൻ. നമ്മളൊരു 10 ഇൻ്റർവ്യൂവിന് പോയാൽ അതിൽ 8 പേരും നമ്മളെ റിജക്റ്റ് ചെയ്യും. കാരണം നമ്മളെക്കാളും സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മേ ബി നമ്മളുടെ അത്ര നമുക്ക് സ്കിൽഡ് ആണെന്നോ അല്ലെങ്കിൽ നമ്മുടെ അത്ര പെർഫോം ചെയ്യുമെന്ന് നമുക്ക് തോന്നില്ല. ബട്ട് അവർക്ക് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ടൈമിൽ ഉള്ള ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ, അല്ലെങ്കിൽ പല മാനദണ്ഡങ്ങളും അതിന് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ പല സ്ഥലത്ത് ബാംഗ്ലൂർ, ചെന്നൈ, അവിടെയൊക്കെ പോയിട്ട്, കൊച്ചി, അവിടെയൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ടു നോ ദാറ്റ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതിലൊന്നും അത്ര വിഷമിച്ച് മനം നൊന്ത് ഇരിക്കരുത്. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഡോണ്ട് ടേക്ക് ലൈഫ് ടു സീരിയസ്ലി. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവണം, നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണം, വർക്ക് ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് ടെൻഷൻ അടിച്ച് ആദ്യം കയറി അയ്യോ എനിക്ക് ജോലിയായില്ല, അയ്യോ എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ഇത്ര മാസം എൻ്റെ കൂടെയുള്ളവരൊക്കെ അവിടെ കയറി ഇവിടെ കയറി. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് നമ്മൾ സ്വയം നമ്മളെ പ്രഷർ കൊടുത്ത് അതിൻ്റെ ഒരു ആവശ്യമില്ല. സോ ഈ ജോലി കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയായി അടിച്ചു പൊളിച്ച് അവർ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസും സ്റ്റോറീസും ഇടും. ബട്ട് ഇൻസൈഡ് സ്റ്റോറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. മേ ബി ദേ വോണ്ട് ബി ഹാപ്പി വിത്ത് ദെയർ ജോബ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ നല്ല പട്ടിപ്പണിയായിരിക്കും. പക്ഷേ പുറത്തേക്ക് എപ്പോഴും ഗുഡ് സൈഡ് മാത്രമേ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയുള്ളൂ. സോ എവറിത്തിങ് ഹാസ് രണ്ട് സൈഡും ഉണ്ട്. അപ്പം ഇഫ് യു ആർ അറ്റ് ഹോം ജസ്റ്റ് ചിൽ, നമ്മൾ വർക്ക് ചെയ്യുക, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ബട്ട് ഡോണ്ട് ലോസ് ദാറ്റ് സ്പിരിറ്റ്, ലൈക്ക് അയ്യോ ഞാൻ മാത്രം എവിടെ എത്തിയില്ല, എനിക്ക് മാത്രം ജോലിയില്ല, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് പിന്നെ എൻ്റെ ഇവിടുത്തെ വളരെ ക്ലോസ് ആയിട്ടുള്ള
എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ വളരെയധികം വിഷമത്തിലാണ്. കാരണം ഞാൻ വന്നപ്പോൾ തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. ഞാൻ കുറേ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അവരുടെ കരിയർ നോക്കണമല്ലോ. ഇറ്റ്സ് ബീൻ ഫ്യൂ ഇയേഴ്സ് ദേ ആർ ഹിയർ. അപ്പം അങ്ങനെ കുറച്ച് പേര് റിസൈൻ ചെയ്ത് പോകുന്നതിന് വളരെയധികം എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യണം. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ രാവിലെയും വൈകിട്ടും ഒക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചേ പുറത്ത് പോകാറുള്ളൂ. കാരണം ഇത് പവേർഡ് ഗ്ലാസ്സാണ്. എനിക്ക് കണ്ണ് കാണില്ല ഗൈസ്. ഐ ഹാവ് ഷോർട്ട് സൈറ്റ് പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പവർ ചെയ്തിട്ടുള്ള സൺഗ്ലാസ് വെച്ചാണ് പുറത്തൊക്കെ പോകാറ്. ആൾക്കാരത് സ്റ്റൈലാണെന്ന് തെറ്റിദ്ധരിക്കും. ബട്ട് സ്റ്റൈലാണ്, പക്ഷേ സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല. ഐ യൂഷ്വലി പുട്ട് ദിസ് ഫോർ സാധാരണ ആൾക്കാരെ പോലെ കണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വെച്ച് നടക്കുന്നത്. പക്ഷേ ഓഫീസിലെ സാധാ കണ്ണട വയ്ക്കിട്ടോ വേറെ കാര്യം. അപ്പം ഈ ഒരു സെയിം കൈൻഡ് ഓഫ് ടോപ്പിക്സ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റെ കുക്കിംഗ് വീഡിയോസ്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ, അതാണെങ്കിൽ ഒരുപാടുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ. ഐ വിൽ പുട്ട് വീഡിയോസ് ഓൺ ദാറ്റ്. പിന്നെ ലൈഫ് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു പഞ്ചില്ല. പക്ഷേ ഇനി ഇവിടെ നിന്ന് ഞാൻ ഡയലോഗ് അടിച്ചാൽ എനിക്ക് പഞ്ചിൻ ചെയ്യാൻ ലേറ്റ് ആവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് DM me in Insta ഓർ ജസ്റ്റ് പുട്ട് എ കമൻറ്റ്. ഞാൻ എന്തായാലും അത് നോക്കി അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഞാൻ രാവിലെ എൻ്റെ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങാറ്. പക്ഷെ വൈകിട്ട് ഞാൻ കയറി വരുന്ന കോലം അത് ഞാൻ ഒരിക്കലും കാണിക്കില്ല. അത് വളരെ മോശമാണ്. ആൻഡ് വൺ നൈസ് തിങ് അബൌട്ട് വർക്കിംഗ് ഇൻ എ കമ്പനി ഈസ് ദാറ്റ് നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. ലൈക്ക് ഇപ്പം കേരളത്തിൽ മാത്രമുള്ളവരല്ല. അപ്പം നമുക്ക് പലതരത്തിലുള്ള കൾച്ചർ ആൻഡ് പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ. സോ ഇറ്റ്സ് ആക്ച്വലി ഫൺ. പക്ഷേ ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ റിസൈൻ ചെയ്ത് കൊഴിഞ്ഞു പോകും. അതെനിക്ക് വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ബാക്കി എനിക്കിനി ഞായറാഴ്ച ഒരു കല്യാണം വരുന്നുണ്ട്. എൻ്റെ കമ്പനിയിൽ ഒരു കുട്ടിയുടെ കല്യാണമാണ്. ഒരു ചേച്ചിയാണോ? അല്ല, എൻ്റെ ഏജന്നെ കല്യാണമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പറ്റുകയാണെങ്കിൽ പകർത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പൊക്കി പിടിച്ച് ഹായ് ഗായ്സ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് തന്നെ കുറേ പേര് നോക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ ചമ്മലാണ് ഗൈസ്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ശരി, ബൈ.